ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏവർക്കും പ്രിയപ്പെട്ട ഹൈനസ് അബ്ദുള്ള എന്ന ചലച്ചിത്രത്തിൻ്റെ റിവ്യൂ ആണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അതായത്, ഉദയവർമ്മ തമ്പുരാൻ്റെ സ്വത്ത് തട്ടിയെടുക്കുവാൻ കുറേ ബന്ധുക്കൾ ശ്രമിക്കുന്നു. അതിന് അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് അബ്ദുള്ള എന്ന ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവരുന്നു. അബ്ദുള്ളയായിട്ട് വേഷം ചെയ്യുന്നത് നമ്മുടെ പ്രിയ താരം മോഹൻലാൽ, ലാലേട്ടനാണ്. അബ്ദുള്ള കൊട്ടാരത്തിൽ കുറേ ദിവസം താമസിക്കുന്നതിന് വേണ്ടി ഒരു അനന്തൻ എന്ന നമ്പൂതിരിയായിട്ട് വേഷം മാറി കൊട്ടാരത്തിൽ താമസിക്കുന്നു. നെടുമുടി വേണുവാണ് ഉദയവർമ്മ തമ്പുരാൻ്റെ വേഷം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഭഗീരഥി തമ്പുരാട്ടി വിഷാദ രോഗത്തിന് അടിമയാണ്. കാരണം അവരുടെ ഏക മകനായിരുന്ന ഉണ്ണി ആകസ്മികമായി മരിച്ചു. അതിൻ്റെ ദുഃഖം മൂലം അവർ വിഷാദ രോഗിയാണ്. ആളുകളെ തിരിച്ചറിയുവാനൊന്നും സാധിക്കുന്നില്ല. അവരുടെ വളർത്തുമകളാണ് രാധ. രാധയായി വേഷം ചെയ്തിരിക്കുന്നത് ഗൗതമി എന്ന താരമാണ്. നല്ല മികച്ച അഭിനേത്രിയാണ് ഗൗതമി. ഗൗതമിയുടെ ഭാവസാന്ദ്രമായ അഭിനയം ഇതിൽ ഉടനീളം ഈ ചിത്രത്തിന് വളരെ മനോഹാരിത, സൗരഭ്യം പടർത്തുന്നു. അതായത്, അബ്ദുള്ള അനന്തനായിട്ട് വേഷം മാറുന്ന അബ്ദുള്ളയെ കണ്ട് ഭഗീരഥി തമ്പുരാട്ടി സ്വന്തം മകനാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ അമ്മയും മകനും തമ്മിലുള്ള ഒരു സ്നേഹം ഇവിടെ ഉടലെടുക്കുകയും തമ്പുരാട്ടിയുടെ രോഗം ക്രമേണ മാറിത്തുടങ്ങുകയും ചെയ്യുന്നു. അതിനിടയിലാണ് രാധ എന്ന വളർത്തുമകളുടെ രംഗപ്രവേശവും രാധയും അബ്ദുള്ളയുമായി പ്രണയത്തിലാവുകയും ചെയ്യുന്നു. ഇത് തിരിച്ചറിയുന്ന ഉദയവർമ്മ തമ്പുരാൻ അനന്തനോട് തൻ്റെ മകളെ വിവാഹം ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ അവസാനം ഒരു ശുഭ പര്യവസായിയായ ചലച്ചിത്രമാണ് ഇത്. ഈ ചിത്രത്തിൽ നിരവധി താരനിര, ഒരു പ്രഗത്ഭരായ താരനിര തന്നെ ഇതിൽ അണിനിരക്കുന്നു. അപ്പോൾ ഈ കഥാസന്ദർഭം പറഞ്ഞല്ലോ, ഈ കഥയിൽ ഉടനീളം ഉള്ള കുറേ നല്ല നല്ല രംഗങ്ങളാണ് ഈ കഥയിൽ ഉള്ളത്. അപ്പോൾ ഇതിനിടയിൽ നടക്കുന്ന ഗൂഢാലോചനകളും രാജാവിനെ വകവരുത്തുവാനുള്ള ആലോചനകളുമൊക്കെയാണ് ഈ കഥയിൽ ഉള്ളത്. അപ്പോൾ ഈ സമയത്ത് ഇതിനകത്ത് പലവിധമായിട്ടുള്ള രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നു. അതായത്, സിബി മലയിലാണിത് സംവിധാനം ചെയ്തിരിക്കുന്നത്. മോഹൻലാൽ, നെടുമുടി വേണു, ഗൗതമി എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ ചെയ്തിരിക്കുന്നത്. 1990 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പ്രണവം ആർട്സിൻ്റെ ബാനറിൽ മോഹൻലാലാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. വൻ സാമ്പത്തിക വിജയമായിരുന്നു ഈ ചിത്രത്തിന് ലഭിച്ചത്. അതുപോലെ അത്രമാത്രം എത്ര കണ്ടാലും മതിവരാത്ത ഒരു ചലച്ചിത്രമാണ് ഹിസ് ഹൈനസ് അബ്ദുള്ള. പ്രധാനമായിട്ടും ഇതിലെ ഗാനങ്ങൾ രവീന്ദ്രനാണ് ഇതിലെ ഗാനങ്ങളെല്ലാം സംഗീതം ചെയ്തിരിക്കുന്നത്. ഇതിൽ ഗാനങ്ങൾക്കാണ് ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന് പറയുമ്പോൾ എക്കാലത്തും ഇതിലെ ഗാനങ്ങൾ, അതിൻ്റെ സ്വരമാധുരി ഒക്കെ വളരെയധികം എല്ലാവരെയും ആകർഷിക്കുന്നതാണ് ഇതിലെ ഗാനങ്ങൾ. ദേശീയ തലത്തിൽ MG ശ്രീകുമാറിന് ഈ ചലച്ചിത്രത്തിൽ മികച്ച ഗായകനുള്ള പുരസ്കാരം ലഭിക്കുകയുണ്ടായി, നാദരൂപിണി എന്ന ഗാനത്തിന്. അതുപോലെ തന്നെ ഈ ചലച്ചിത്രത്തിൽ നെടുമുടി വേണുവിന് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചു. കൈതപ്രം, മധു ബിഹാർ എന്നിവരാണ് ഗാനരചന ചെയ്തിരിക്കുന്നത്.
ആ വർഷത്തെ മികച്ച സംഗീത സംവിധായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രവീന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. മോഹൻലാൽ, നെടുമുടി വേണു, ഗൗതമി, അവരെ കൂടാതെ ശ്രീനിവാസൻ, തിക്കുറിശ്ശി സുകുമാരൻ, കരമന ജനാർദ്ദനൻ നായർ, എം ജി സോമൻ, ജഗദീഷ്, ശങ്കരാടി, മണിയൻപിള്ള രാജു, എം എസ് തൃപ്പൂണിത്തുറ, മാമുക്കോയ കുഞ്ചൻ, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, കവിയൂർ പൊന്നമ്മ, സുകുമാരി, വത്സല മേനോൻ, കെ പി സി ലളിത, ശാന്തകുമാരി, സുമാ ജയറാം തുടങ്ങിയ വൻ താരനിര തന്നെ ഇതിൽ വേഷമിടുന്നു. പ്രമദവനം എന്ന ഗാനം എക്കാലത്തും സംഗീത ആസ്വാദകരെ ആകർഷിക്കുന്ന ഗാനമാണ്. പ്രമദവനം കെ ജെ യേശുദാസാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. ഒരിക്കലും അതിൻ്റെ ആ ഗാനത്തിൻ്റെ നിറം മങ്ങുന്നില്ല. അത്രമാത്രം ആകർഷിക്കപ്പെട്ട ഒരു അക്കാലത്തെ ഒരു എല്ലാ വീടുകളിലും എല്ലാ ആളുകളും വെച്ച് കേട്ടിരുന്ന ചലച്ചിത്ര ഗാനമാണ് പ്രമദവനം. അതുപോലെ തന്നെ ദേവസഭാതലം എന്ന ഗാനം യേശുദാസ്, കൈതപ്രം, രവീന്ദ്രൻ, ശരത് തുടങ്ങിയവർ ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നാദരൂപിണി, ഗോപികാവസന്തം, തൂബടി മഷ തുടങ്ങിയ ഗാനങ്ങളെല്ലാം ഇതിൽ വളരെയധികം ഈ ചിത്രത്തിന് ആകർഷണീയത നൽകുന്നത് ശരിക്കു പറഞ്ഞാൽ ഇതിൻ്റെ ഗാനങ്ങളാണ്. അത്രമാത്രം മികച്ച ഗാനങ്ങളാണ് ഇതിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്.